ഭാരം പാരം മഹേശി മഹിതിലനിശം ജീവിതം തൃപ്പദാബ്ജം ഭാവിക്കാത്തോർക്കു നീതാൻ സകലമിതി നിനച്ചിടുവോർക്കെന്തു ഭാരം. ഭക്ത്യാ നിന്നെ തൊഴാനുള്ള അവസരമടിയൻ പാഴിലാക്കാതിരിപ്പാൻ ഭംഗ്യാ വന്നെൻ്റെ മുമ്പേ ഭഗവതി വിലസീടെപ്പോഴും സാനുകമ്പേ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ദശമസ്കന്ധത്തിലെ തൃതീയ അധ്യായമാണ് ഇന്നു മുതൽ അവലോകനം ചെയ്യുന്നത്. വിന്ധ്യൻ സൂര്യന്റെ മാർഗത്തെ തടഞ്ഞതായിട്ടുള്ള കഥയാണ് ഇതിൽ പറയുന്നത്. സുതൻ കഥ തുടർന്നുകൊണ്ട് പറയണു. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് മറ്റുള്ള പർവ്വതങ്ങളെ പറ്റിയെല്ലാം പറഞ്ഞ് ആ മേരുപർവ്വതത്തിനെ സൂര്യൻ വലം വെച്ച് നടക്കുന്നുണ്ട്, സൂര്യൻ പോലും ആരാധിക്കണു, സൂര്യൻ വലം വയ്ക്കണു മേരുപർവ്വതത്തിനെ എന്നൊക്കെ പറഞ്ഞ് വിന്ധ്യാപർവ്വതത്തിനെ കുറച്ച് താഴ്ത്തി മറ്റുള്ള പർവ്വതങ്ങളെ ഉയർത്തിപ്പറഞ്ഞ് നാരദൻ പോയി. അതിൽ അസൂയാലുവായി വിന്ധ്യൻ. അങ്ങനെ അസൂയാലുവായ വിന്ധ്യൻ എന്താ ചെയ്തത്, അതിൻ്റെ ഫലം എന്തുണ്ടായി എന്നുള്ളതിനെയാണ് ഈ അധ്യായത്തിൽ പറഞ്ഞു കൊടുക്കുന്നത്. ബ്രഹ്മലോകത്തിലേക്ക് നാരദൻ മടങ്ങിപ്പോയി. നാരദൻ പോയി കഴിഞ്ഞപ്പോൾ വിന്ധ്യൻ ചിന്തയിൽ മുഴുകി, ശാന്തി കിട്ടിയില്ല, മനസ്സിലാകെ ചഞ്ചലമായി. മേരുപർവ്വതത്തെ കീഴടക്കാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കാൻ തുടങ്ങി. അസൂയ വന്ന അങ്ങനെയാണല്ലോ, തന്നെക്കാൾ മേലുള്ളവരെ പറ്റി കേൾക്കുമ്പോൾ ഒരു അസൂയ വന്നു എന്ന് പറഞ്ഞാൽ അവരെ താഴ്ത്തുക, തനിക്ക് അവരെക്കാൾ മുകളിലേക്ക് പോകാനുള്ള വഴി എന്താണ്. അപ്പോൾ ഒരു ഭാഗത്ത് അവർ താഴണം, നമ്മുടെ പേര് പ്രശസ്തി ഇത് കൂടണം. ഇത് അസൂയ, സ്പർദ്ധ, അസൂയാദിദോഷ എന്ന് പറയും. സ്പർദ്ധ, അസൂയ അങ്ങനെയൊക്കെയല്ലേ വരുന്നത്, ഇതൊക്കെ ഉണ്ടാവും. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് വിന്ധ്യൻ പല ദിവസങ്ങൾ കഴിച്ചു. സൂര്യൻ നിത്യവും മേരുവിനെ പ്രദക്ഷിണം ചെയ്യുന്നുണ്ടല്ലോ. ഗ്രഹ നക്ഷത്രങ്ങളോട് ഒത്തുചേർന്ന ആ പർവ്വതം സദാ അഹങ്കരിക്കുന്നുണ്ട്. അവൻ്റെ മാർഗം ഞാൻ എൻ്റെ കൈകളെ കൊണ്ട്, അതായത് ശൃംഗങ്ങളെ, പർവ്വതം എന്ന് പറയുമ്പോൾ അതിൻ്റെ ശൃംഗങ്ങളെ, കൊടിമുടികളാണല്ലോ പർവ്വതങ്ങളുടെ കൈകളെ, ഞാൻ തടയും. അപ്പോൾ മാർഗം തടയപ്പെട്ട ആദിത്യൻ എങ്ങനെ മഹാമേരുവിനെ പ്രദക്ഷിണം ചെയ്യും? അങ്ങനെ ഞാൻ ആദിത്യൻ്റെ മാർഗം തടയുമ്പോൾ ആ ദിവ്യപർവ്വതം അഹങ്കാരം ഒടുങ്ങും. ഇങ്ങനെ തീരുമാനിച്ച വിന്ധ്യപർവ്വതം എന്തു ചെയ്തു? തൻ്റെ കൊടുമുടിയെ ആകാശം മുട്ടെ വളർപ്പിച്ചു എന്ന് പറയാണ്. സർവത്ര വ്യാപിച്ചു. സൂര്യൻ ഉദിക്കുക, വഴി തടയാറായോ, സൂര്യൻ ഇപ്പം ഈ വഴിക്ക് വരുമല്ലോ, എങ്ങനെയത് ഈ വഴിക്ക് ഒന്ന് പോവുക എന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് സൂര്യഗതിയെ വിലക്കുന്ന, നിരോധിക്കുന്ന വിധത്തിൽ വിന്ധ്യാപർവ്വതം ഉയർന്നു എന്ന് പറയാം. പ്രഭാതമായി. ഭാനുദേവൻ സൂര്യൻ ഉദിക്കാനായി എത്തി. ആദിത്യൻ്റെ ആദ്യഗ്രഹങ്ങളേറ്റ ആകാശമൊക്കെ തെളിഞ്ഞു. പിന്നെ അതാ മുന്നോട്ട് അഗ്നിദിക്കിനെ വെടിഞ്ഞ് ജമദിക്കിലേക്ക് പോകാൻ വേണ്ടി, തെക്ക് ഭാഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ സൂര്യൻ യാത്ര ചെയ്യുന്ന സമയത്താണ് ആ ഗതിയെ നിരോധിച്ചു കൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള വിന്ധ്യപർവ്വതം അവിടെ ഉള്ളത് കൊണ്ട് അരുണനെ രഥമെടുത്ത്, സൂര്യൻ്റെ സാരഥിയാണല്ലോ അരുണൻ, അപ്പോൾ സൂര്യരഥവും കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാതെ കണ്ടുവന്നു സാരഥിയായ അരുണന്. അരുണൻ സൂര്യഭഗവാനോട് പറഞ്ഞു, വിന്ധ്യൻ്റെ ഉയരം വർദ്ധിപ്പിച്ചിരിക്കണോ,
ആകാശമാർഗം തടഞ്ഞു നിൽക്കുകയാണ് എന്നെല്ലാം അവിടെ പറഞ്ഞപ്പോഴാണ് അരുണൻ പറഞ്ഞത് കേട്ടപ്പോൾ സൂര്യനും ചിന്താകുലനായി. ആകാശമാർഗവും നിരോധിക്കപ്പെട്ടിരിക്കണമല്ലോ, അത്ഭുതം തന്നെ. തേരിൻ്റെ വഴി ഏതായാലും തടയപ്പെട്ടു. ഞാനിതാ കുറേ സമയം തടയപ്പെട്ടവനായിട്ട് ഇവിടെ ഇരിക്കേണ്ടി വരുന്നുണ്ട്. എന്താ ചെയ്യേണ്ടത്? ആരെയാണ് ആശ്രയിക്കേണ്ടത് എന്നൊക്കെയായി സൂര്യൻ്റെ ചിന്ത. എന്തായാലും ആ സൂര്യൻ്റെ ഭാഗ്യദോഷം, മേരുവിനോടുള്ള അസൂയ കൊണ്ട വിന്ധ്യൻ എപ്പോഴാണോ സൂര്യൻ്റെ മാർഗം തടഞ്ഞത്, സ്വാഹാസ്വധ എന്നിവ നിലച്ചു എന്ന് പറഞ്ഞാൽ യാഗം, യജ്ഞങ്ങൾ, പിതൃകർമ്മങ്ങളൊക്കെ നിലച്ചു എന്നർത്ഥം. ജഗത്ത് തന്നെ നശിച്ച പോലെയായി. പടിഞ്ഞാറും തെക്കും ദിക്കിലുള്ളവര് രാത്രി ഒടുങ്ങാത്ത കാരണം കൊണ്ട് നിദ്രയെ പ്രാപിച്ചു. കിഴക്കുള്ളവരും വടക്കുള്ളവരും കൊടും ചൂടുകൊണ്ട് അവശരായി. കാരണം സൂര്യൻ്റെ ഗതി അനുസരിച്ചാണല്ലോ ദിനരാത്രങ്ങൾ ഉണ്ടാവുന്നത്. ദിനരാത്രങ്ങൾക്കനുസരിച്ചാണ് ബാക്കിയുള്ള എല്ലാം. ആ കാലചക്രം തന്നെ തിരിയുന്നത് ദിനരാത്രങ്ങൾക്കനുസരിച്ചിട്ടാണ്. ഇപ്പൊ ദിനരാത്രങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് സൂര്യനുണ്ട്, ഒരു ഭാഗത്തില്ല. അപ്പൊ സൂര്യനില്ലാത്ത ഭാഗത്ത് മുഴുവൻ ഇരുട്ട് എന്ന് പറഞ്ഞാൽ അവിടെ രാത്രി അവസാനിക്കാത്ത രാത്രി. ഇന്നത്തെ മാതിരി വലിയ ബൾബും ലൈറ്റും വൈദ്യുതിയൊന്നും ഇല്ലെങ്കിൽ പ്രകാശമില്ല. ഇരുട്ടിൽ ജനങ്ങൾ എണീറ്റ് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. മറുവശത്ത് നോക്കുമ്പോഴോ സൂര്യൻ്റെ താപം. ഇപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും കാലത്ത് മുതൽ വൈകിട്ട് വരെ സൂര്യൻ്റെ താപം. പക്ഷേ വൈകിട്ട് ഒരു 6 മണിയൊക്കെ ആയാൽ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ ഇരുട്ട് വന്നു, ചന്ദ്രൻ വന്നു, ശീതളമായിട്ടുള്ള അന്തരീക്ഷം വന്നാൽ അത് ആ പ്രകൃതി ഒന്ന് തണുത്തു. അപ്പം ഈ കാലത്ത് മുതൽ വൈകിട്ട് വരെ അനുഭവിച്ചിരുന്ന ചൂട് കുറഞ്ഞ് ആ പ്രകൃതിയുടെ തണവ് നമുക്ക് കിട്ടുമ്പോൾ ആ ശരീരത്തിനൊരു ഉണർവ്, ഉത്സാഹമൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് 24 മണിക്കൂറും കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യൻ്റെ കടുത്ത താപമാണ് അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് പറയുമ്പോഴത്തെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ. ഇപ്പം നമുക്ക് ആ സമയമല്ലേ, സമ്മർ സീസണല്ലേ ഇപ്പം നടന്നുകൊണ്ട് വരുന്നത്. അപ്പോൾ സൂര്യൻ അസ്തമിക്കുന്നില്ല. 24 മണിക്കൂറും സൂര്യൻ്റെ പ്രകാശമാണെന്ന് പറഞ്ഞാൽ 12 മണിക്കൂറിനെ സഹിക്കാൻ പറ്റണില്ല. അപ്പോൾ 24 മണിക്കൂറാകുമ്പോഴത്തെ ഒരു സ്ഥിതിയോ. മറുഭാഗത്ത് രാത്രി, അവിടെ വെളിച്ചമില്ല. ദിവസങ്ങൾ മാറുന്നില്ല. ദിവസങ്ങൾ മാറുന്നതനുസരിച്ചാണല്ലോ നക്ഷത്രം, തിഥിവാരങ്ങളൊക്കെ മാറുന്നത്. അപ്പോൾ പൂജാതി കർമ്മങ്ങൾ, ക്രിയകൾ യാതൊന്നും നടക്കണില്ല. യജ്ഞങ്ങൾ, യാഗങ്ങൾ, ഹോമങ്ങൾ, പിതൃകർമ്മങ്ങളൊന്നും നടക്കാതെ കണ്ടായി എന്ന് പറഞ്ഞ് ആ വിന്ധ്യാപർവ്വതം തൻ്റെ ഗർഭം കൊണ്ട് സൂര്യൻ്റെ ആ ഗമനത്തെ തൻ്റെ ഗർഭത്താൽ തടഞ്ഞു നിർത്തി. അതുകൊണ്ടുണ്ടായതായിട്ടുള്ള നഷ്ടങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് 3-ാമത്തെ അധ്യായം അവിടെ സമാപിക്കുന്നു. ഇനി അടുത്ത അധ്യായത്തിൽ എന്താണ് പോംവഴികൾ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് അവലോകനം ചെയ്യാം. നാളെ മുതൽ ഇന്നിവിടെ തന്നെ നിർത്തുന്നു. മഹാദേവ്യൈ നമഃ.